ഹലോ ഗൈസ്, അപ്പം വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. അതായത് ഇന്ത്യേൻ്റെ ഏറ്റവും പോപ്പുലർ എക്സ്ചേഞ്ച്, ഇന്ത്യേൻ്റെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള വാസറെക്സ് തിരിച്ച് വരികയാണ്. ഓക്കെ, തിരിച്ച് വരികയാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. അതിൻ്റെ വോട്ടിങ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ഈ മാസം ഏപ്രിൽ 11-നാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ്റെ തന്നെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് തിരിച്ചു വരാൻ പോവാണ്. ഇത് സത്യം പറഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റ് ഒരു വലിയൊരു സംഭവം ആവാൻ പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഇതെന്താണിത് ഡീലിസ്റ്റ് ആയത്, ഈ കോയിൻ, അതായത് വാസറെക്സ് കോയിൻ എന്തുകൊണ്ടാണ് ഡീലിസ്റ്റ് ആയത്, പിന്നെ ഈ എക്സ്ചേഞ്ച് എന്താണ് പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം കഴിഞ്ഞ കൊല്ലം ഇത് ഹാക്ഡ് ആയിരുന്നു. അപ്പം വലിയ 2000 കോടിൻ്റെ അടുത്തോളം വരുന്ന പൈസയാണ് അതായത് കളവ് പോയത്. അപ്പോൾ ഈ ഒരു സാധനം, ഈ പൈസ എന്ത് ചെയ്ത് ഇവരൊക്കെയുള്ള കോയിൻസിൻ്റെ വാല്യൂ കൂടി, പിന്നെ ഇവന്മാരെ കുറച്ച് തരികിടയും കൂടിയിട്ട് എന്ത് ചെയ്ത് തിരിച്ചു കൊടുക്കാനാണ് പ്ലാന്. അപ്പോൾ ഈ പ്ലാന് ഓക്കെ ആണെന്ന് സിംഗപ്പൂർ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ആൾക്കാരുടെ ഡിസിഷനും കൂടിയുണ്ട്. ഇത് പൈസ നഷ്ടപ്പെട്ട ആൾക്കാരെ വോട്ടിങ് നടന്നുകൊടുക്കുക. അപ്പോൾ ഈ വോട്ടിങ് ഓക്കെ ആണെങ്കിൽ വാസറെക്സ് തിരിച്ചു വരും. വാസറെക്സ് തിരിച്ചു വരുമ്പോൾ ഇപ്പം വെറും 10 മില്യൺ ആണെന്ത് വാസറെക്സിൻ്റെ കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വെറും 10 മില്യണേ ഉള്ളൂ. ഇത് 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്ന ഒരു കോയിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചത്, തിരിച്ച് ഈ കോയിന് ഇപ്പോൾ ഒരു യൂട്ടിലിറ്റി ഇല്ല. ഇത് നോവ ആൻസർന്നെങ്കിൽ ഈ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, ലിക്വിഡേറ്റ് ആവും. പിന്നെ 5-6 കൊല്ലങ്ങൾക്ക് ശേഷം ഇതിൻ്റെ പൈസ ഒക്കെ എത്ര ചെറിയ എമൗണ്ടേ കിട്ടത്തുള്ളൂ ആൾക്കാർ, ഈ പൈസ പോയ ആൾക്കാർ അത് കിട്ടുകയും ചെയ്യും നോ ആണെങ്കിൽ. പക്ഷേ യെസ് ആണെങ്കിലോ എല്ലാവർക്കും ഒരു മോശമില്ലാത്തൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. അത് വലിയൊരു എമൗണ്ട് അല്ല, എന്നാലും മോശമില്ലാത്തൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. എക്സ്ചേഞ്ച് റീ ഓപ്പൺ ചെയ്യും. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പോയതും വാങ്ങിയതൊന്നും അല്ലല്ലോ നമുക്ക് നോക്കണ്ടേ, ഈ കോയിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ഈ കോയിന് തിരിച്ചു വരികയാണെങ്കിൽ ഇതിൻ്റെ യൂട്ടിലിറ്റി തിരിച്ചു വരും. യൂട്ടിലിറ്റി തിരിച്ചു വരികയാണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്തെങ്കിലും ഗ്രീഡ് ഉണ്ടാവും. ആൾക്കാർ കോയിൻ വാങ്ങാൻ തുടങ്ങും. കാരണം ഇതിൻ്റെ അന്ന് ലാഭം ഉണ്ടാക്കുക. അപ്പോൾ ഈ കോയിൻ നമുക്കിപ്പം പലയാൾക്കും വേണമെന്നുണ്ടാവും. എന്നോട് പറയുകയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങുക. ഈ കോയിൻ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായത് ഗേറ്റ് ആയോയിലൂടെ മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഗേറ്റ് ആയോ ഒരു ചൈനീസ് എക്സ്ചേഞ്ചാണ്. പിന്നെ ഒരു മോശമില്ലാത്ത നല്ലൊരു എക്സ്ചേഞ്ച് തന്നെയാണ്. കാണാനൊന്നും വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. അതിൻ്റെ UI ഒക്കെ സൂപ്പറാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ്, അതിൻ്റെ അകത്ത് നിന്ന് വാങ്ങേണ്ട വരും കോയിൻ. ബാക്കിയെല്ലാം നിന്ന് വാങ്ങുമ്പോൾ വെച്ചാൽ ലിക്വിഡിറ്റി ഒന്നാമതില്ല. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഡെക്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ചാർജാണ്. നിങ്ങൾ വാങ്ങുന്ന കോയിൻ്റെ അത്ര തന്നെ പകുതി പൈസ എന്ത് ചെയ്യും, ഫീസിൽ പോകും. അപ്പോൾ ആകെ ഒരു വഴിയെന്ന് വെച്ചാൽ ഗേറ്റ് ഓയിൽ വാങ്ങാനാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വോട്ടിങ് യെസ് ആണെങ്കിൽ ബാക്കി 50% വെച്ച് വാങ്ങാനാണ്. നിങ്ങൾ എന്താ പറയുക, ഇതിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയലാണോ? നിങ്ങൾക്ക് മലയാളീസാണ് വാസറെക്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അതായത് ഏകദേശം ഈ കോയിൻ തന്നെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരുന്നു ഇന്ത്യയിൽ. അത് തിരിച്ചു വരാൻ പോകുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വമ്പാവും. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ. നിങ്ങൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ റിയലാണോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകും, എല്ലാ സംഭവവും നോക്കുക. അഥവാ ഇനി കോയിൻ വാങ്ങണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പോയി നിങ്ങൾ എക്സ്ചേഞ്ച് സൈനപ്പ് ചെയ്യുക. നിങ്ങളെ അതായത് ക്രിപ്റ്റോ അതിലേക്ക് മാറ്റുക, എന്നിട്ട് വാങ്ങുക നോർമലി ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ മാക്സിമം എന്താ ചെയ്യുക, കുറച്ച് കോയിന് നിങ്ങളെ കോൾഡ് വാളറ്റിലോ അല്ലെങ്കിൽ നിങ്ങളെ മെറ്റാമാസ്കിലൊക്കെ മൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അഥവാ ഈ സാധനം റീലിസ്റ്റ് ആയി എന്ന് വെച്ചോ ബൈനാൻസിലൊക്കെ, അതിനു മുന്നേ ഈ നമ്മളെ എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ആയി കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോയിന് നിങ്ങൾ വല്ല മെറ്റാമാസ്കിലായിട്ടും കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ വാസറെക്സിൻ്റെ ടോക്കൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗേറ്റ് വേയിലൂടെ വാങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നും ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഗുഡ് ലക്ക്. നിങ്ങളെല്ലാവരും സ്വന്തം റിസർച്ച് ചെയ്യുക, എന്നിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുക.